ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്. തമിഴ്നാട്ടിലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. കഴിഞ്ഞ യാത്രയിൽ നമ്മൾ കമ്പത്തൊക്കെ പോയിരുന്നു. കമ്പത്തെ കുറേ വിശേഷങ്ങളൊക്കെ, പ്രത്യേകിച്ച് അധികം മലയാളികൾ എത്തിപ്പെടാത്ത കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. മുന്തിരിത്തോട്ടം അതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് അന്ന് പരിചയപ്പെടുത്തിയിരുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മധുരയ്ക്കടുത്താണ് കേട്ടോ. മധുരയ്ക്കടുത്ത് ഗംഗമുത്തൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം മധുരയിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ ഗ്രാമമാണ്, ഒരു കാർഷിക ഗ്രാമം. നമുക്ക് എവിടെ നോക്കിയാലും ചുറ്റും കൃഷിയിടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. കുറേ ചെറിയ വീടുകളും ഓടുമേഞ്ഞ പഴയ ആ വീടുകളൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മലനിരകൾ കാണാനായിട്ട് കഴിയും. ഇരുവശങ്ങളിലും മലയാണ്. ഈ മലയുടെ താഴ്വാരത്താണ് നമ്മൾ ഈ കാണുന്ന കൃഷിയിടങ്ങളും അതോടൊപ്പം തന്നെ ഈ ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പച്ചക്കറികളാണ്. നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുന്ന പച്ചക്കറിയുടെ ഭൂരിഭാഗവും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ച് മധുര ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പച്ചക്കറി നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ ആ മധുര മാർക്കറ്റിലേക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കാർഷിക ഗ്രാമമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് തക്കാളിയുണ്ട്, അതോടൊപ്പം തന്നെ ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ പച്ചമുളകുണ്ട്. പിന്നെ ഏറ്റവും വളരെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് പൂക്കൾ. ധാരാളം പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള പൂക്കൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് മധുരയിലെ ഈ ഉൾഗ്രാമത്തിലെ കാഴ്ചയാണ്. നമ്മളെ സഹായിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ മണിയണ്ണനാണ്. മണിയണ്ണനെ കുറച്ചെങ്കിലും ആൾക്കാർക്കറിയാം, കാരണം നമ്മുടെ മധുര യാത്രയിലൊക്കെ എപ്പോഴും അദ്ദേഹം നമ്മളെ സഹായിക്കാറുണ്ട്. മണിയണ്ണനാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് മധുരയ്ക്കടുത്തുള്ള ഈ ഒരു മനോഹരമായ ചെറു ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. മണിയണ്ണൻ വണക്കം. കേരളത്തിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മണിയണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഗ്രാമങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായത്? ഗംഗമുത്തൂർ ഞാൻ പറഞ്ഞു. ആ, ഓക്കെ. അവിടെ ആ ഗ്രാമം കാണാം. இந்த கிராமத்துல ஃபுல்லா பாத்தீங்கன்னா பச்சைக்கறிகள், காய்கறிகளும் மலர்களும், பின்ன பேரைக்காய், கேரள மலையாளத்துல பேரு பேரைக்காய், நாங்க சொல்ற கொய்யாக்காய். இங்க தமிழ்நாட்டில் கொய்யாக்கான்னு சொல்லுவோம். ஓகே. அந்த மரங்களும், அதுக்கு பிறகு வந்து நாவல் பழம். நாவல் பழம். அந்த மரங்களும் இந்த மாதிரி பச்சைக்கறி தோட்டத்துல இருக்கும். அப்ப இங்க ஃப்ரூட்ஸ் இருக்கு, பச்சைக்கറി இருக்கு, எல்லாமே இருக்கு. നാളികേരം ഇருக்கு, തെങ്ങ് ഇருக்கு. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ അവിടെ ഒരു ഓലമേഞ്ഞ ഷെഡ് നമുക്ക് കാണാൻ കഴിയും. അത് പശുവിന്റെ തൊഴുത്തല്ലേ, ആടുമാടുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ? അവിടെ ഇപ്പോൾ അവിടെ ഒരു അയ്യ നിലം ഉഴുതുകൊണ്ടിരിക്കുകയാണ്. சரி. இப்போ இங்க பாருங்க, கத்திரிக்காய் இருக்கு, வெண்டைக்காய் இருக்கு. கத்திரிக்காய்க்கு வழுதனங்கான்னு பறையும், இங்க வெண்டைக்காய்க்கு வெண்டைக்காய் பறையும். இங்க வந்து கத்திரிக்காய், இந்த வெண்டைக்காய் அந்த இருக்கு, பூ இருக்குல, அது வெண்டைக்காய். சரி. കത്തിരിക്ക, തക്കാളി കാര്യം പറഞ്ഞപ്പോഴത്തെ ആണ് ഞാൻ ഇപ്പോൾ കണ്ടിരിക്കുന്ന തക്കാളി. ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേനും സാധാരണ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തക്കാളിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ താഴ്ന്നാണല്ലോ നിൽക്കുന്നത്. എന്താണ് ഇങ്ങനെ നിലത്ത് കിടക്കുന്നത്? നാടൻ തക്കാളി ചിന്നതായിട്ട് இருக்கும். ഇതിപ്പം നിലത്ത് ഗ്രൗണ്ട് ആണ്. ഇത് നിലത്തിലേക്ക് കിടക്കും. ഓ, ഇങ്ങനെ പൊങ്ങി വരുന്ന ചെടിയല്ല. അത് ഹൈബ്രിഡ്. അത് ഒട്ട് ചെടിയും சொல்லுவோம். ഓ, ശരി. எல்லாமே இது நாடன் தக்காளி. ஓகே. இது ஃபுல்லா நாடன் தக்காளி போடுறாங்க. ஓகே, நாடன் தக்காளி இருக்கு. இன்னொரு காரியம் പറയணும், இது மேல இருக்க இந்த சைடுல காமிங்க. இது வர புளிச்சக்கீரைன்னு சொல்லுவோம். புளிச்சக்கீரை இங்க ஊர்ல, இது இங்க கேரளத்துல கிடைக்காது. இங்க தமிழ்நாட்டுல மட்டும் இந்த புளிச்சக்கீரை. എന്താ അതിന്റെ പ്രത്യേകത? ரொம்ப இது இந்த கீரை வந்து நம்ம பச்சையா சாப்பிடும்போது புளிப்பு தன்மை இருக்கும். ஓ, அப்படியா? புளிப்பு ரொம்ப புளிப்பா இருக்கும். சரி, அப்ப நான் சாப்பிட்டு നോക്കട്ടെ. சாப்பிட்டு பாருங்க. இந்த இருக்குல. சரி. இது புளிதான், புளிச்ச சீரை. ஓஹோ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ചെറിയ പുളിപ്പുണ്ട്. ഉടമ്പുക്ക് നല്ല ഇറക്കും, അല്ല വയർക്ക് നല്ല ഇറക്കും. വയർക്ക് നല്ല. ഇത് வந்து அதிகம் வந்து நார்ச்சத்துன்னு சொல்லுவோம். ഓ, നല്ല ഇതുണ്ട്, പുളിപ്പുണ്ട്. ഇത് അകത്തിച്ചീര. അകത്തിച്ചീര തരും. അകത്തിച്ചീര മറ്റേ ആടുമാടുകൾക്ക് കൊടുക്കുന്നല്ലേ? നമുക്കും കഴിക്കാം അല്ലേ? ശരി. ആഴ്ചത്തിൽ 2 പ്രാവശ്യം കഴിച്ച് വയറൊക്കെ സുഖമാകും. ഓ, അത് ശരി. അപ്പം അത് ഞാൻ ഒരിടത്ത് പോയപ്പോൾ പറഞ്ഞിരുന്നു. വേറൊരു കാര്യം ഉണ്ടെന്നാ, ഈ അകത്തിച്ചീര കഴിച്ചിട്ട് നമ്മൾ ലിക്കർ കഴിച്ചു കഴിഞ്ഞ് മരണപ്പെടുന്നു. അത് ഒരു അണ്ണൻ മരിച്ച്, ഞാനൊരു നാട്ടിൽ പോയപ്പം, ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേനും ഒരു അണ്ണൻ പറഞ്ഞു, ഇവിടെ അതായത് അവിടെ വേല ചെയ്തുകൊണ്ടിരുന്ന അണ്ണനാണ്. ഇതുപോലത്തെ ഒരു ചെറിയ ഷെഡൊക്കെ കിട്ടി അവിടെ വേല ചെയ്തുകൊണ്ട് അറിയാതെ ഇത് കഴിച്ചിട്ട് പോയിട്ട് ലിക്കർ കഴിച്ചിട്ട്
അതെ 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 മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ അകത്തിച്ചീര ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ വളരെ കുറവായിരിക്കും. ഇത് മൃഗങ്ങൾക്കാണ് ഇവിടെ കൂടുതലും കൊടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ആൾക്കാരും കഴിക്കാറുണ്ട്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ, ലിക്കർ കഴിച്ചു കഴിഞ്ഞാൽ ആൾ മരണപ്പെടും കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കറക്റ്റ് അതൊരു സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് നടന്നു കാണാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം കാണാത്തൊരു കാഴ്ചയാണ് ഈ കണ്ടം പൂട്ടുന്ന കാഴ്ച, പാടത്ത് നിലം ഉഴുതുന്ന കാഴ്ച. ഇപ്പോൾ പുതിയതായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നിലം ഉഴുതുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടുവരുന്നത് നെൽകൃഷിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ പച്ചക്കറിയാണ് പ്രധാനമായിട്ടും ഇവർ കൃഷി ചെയ്യുന്നത്. പച്ചക്കറി ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ്, പിന്നെ ഈ പറയുന്ന പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ടാണ് അവരിങ്ങനെ നില ഉഴുതുകൊണ്ടിരിക്കുന്നത്. പഴയ രീതിയിലാണ് ഇപ്പോഴും ഈ ഗ്രാമത്തിലെ നില ഉഴുതുന്നത്. കാള ഉപയോഗിച്ച് കണ്ടം പൂട്ടുകയാണ്. ശരിക്കും കണ്ടം പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ അറിയാലോ, ട്രാക്ടർ എത്തിക്കഴിഞ്ഞു. ഇവിടെയും കുറേ സ്ഥലങ്ങളിലൊക്കെ ട്രാക്ടർ ചെയ്യുന്നുണ്ട്. എങ്കിലും കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർ ഈ രീതിയിലാണ് കേട്ടോ നില ഉഴുതുന്നത്. അണ്ണാ, ഇവിടെ ഇത് നെല്ലിക്കല്ലേ? ഇതെന്താ ഒരു കളർ വ്യത്യാസമായിട്ടിരിക്കുന്നത്? ഒരു ചുവന്ന കളറ് അല്ല, ചുവന്ന കളറ് അല്ലേ? അത് തന്നെ ഞാൻ കണ്ടത്. ഇത് നാടൻ നെല്ലിക്കായിരിക്കും, അതുകൊണ്ടാണോ? നാടൻ നെല്ലിക്ക തന്നെ. ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കളർ കാണുന്നേ. ചെറിയതാണ്. പിന്നെ മാത്രമല്ല കളറും വ്യത്യാസമുണ്ട്. ചുവന്ന കളർ, അണ്ണം പറഞ്ഞാൽ ചുവന്ന കളറാണ് ഇപ്പോൾ. അത് ആദ്യത്തെ കാഴ്ച കേട്ടോ. ഒക്കെ എന്താ പറഞ്ഞേ? ഓ, വെറുതെ അല്ല, നാടൻ നെല്ലിക്ക. ഓ, മലയെ വളരുന്ന ടൈപ്പ് നെല്ലിക്കാണിത്. മലയിൽ ചേർന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ വെറൈറ്റി ഉണ്ടല്ലോ എന്ന്. പോവാം മുന്നോട്ട് നമുക്ക്. അപ്പോൾ എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഭാഗത്ത് വൈറ്റ് കളറുള്ള പൂക്കൾ കാണാം, ഈ ഒരു ഭാഗത്ത് റോസ് കളറിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന അരളിപ്പൂക്കളാണ് കേട്ടോ. ഇവിടെ ഇത് നട്ട് വളർത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ മാലയൊക്കെ കോർക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ അരളിപ്പൂക്കളാണ്. നമ്മൾ നാഷണൽ ഹൈവേയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ നടുഭാഗത്തായിട്ട് കുറേ അരളിപ്പൂക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ രാവിലെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്നത് പറിച്ചിട്ട് പോകുന്നത് കാണാൻ കഴിയും. അത് ക്ഷേത്രത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിന് അവിടെ കൊണ്ടുപോയിട്ട് അവർ സാധാരണഗതിയിൽ അവിടെ വരുന്ന ഭക്തർക്ക് വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിവിടെ നിന്ന് ബൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ബൾക്കായിട്ട് കൊണ്ടുപോയിട്ട് ചന്തയിൽ കൊണ്ടുപോകും, മധുര മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇവർ കൃഷി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്കുള്ളതാണ്. ഇത് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ക്ഷേത്രങ്ങളിൽ തന്നെ ഉപയോഗിക്കാനായിട്ടാണ്. ക്ഷേത്രങ്ങളിൽ മാല കെട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പൂക്കളൊക്കെ അർപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂക്കൾ അർപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കൃഷി സ്ഥലത്ത് നമ്മൾ കാണുന്നത് പൂക്കളുടെ കൃഷിയാണ്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വെൽവെറ്റ് പൂക്കൾ, വെൽവെറ്റിൻ്റെ ആ രീതിയിലുള്ള പൂക്കൾ കാണാൻ സാധിക്കും. അതിന് കോഴിപ്പൂ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. വെൽവെറ്റിൻ്റെ ഒരു രീതിയാണ് ആ പൂക്കൾക്ക്. കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാണാൻ കഴിഞ്ഞത് ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ പോലെ ഇരിക്കും. ഇതിന് അണ്ണം പറയുന്നത് തമിഴിൽ കാക്കരട്ട അല്ലേ? കാക്കരട്ട എന്നാണ് ഇതിനെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി എനിക്ക് കണ്ടിട്ടത് മുല്ലപ്പൂ പോലെയാണ് തോന്നിയത്. അണ്ണം പറയുന്നത് എന്താ പറയുക, ഇത് സ്ത്രീകൾ മുടിയിൽ ചൂടാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും, അതിങ്ങനെ നൂലിൽ കോർത്തിട്ട് ഇങ്ങനെ ചൂടും എന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മുല്ലപ്പൂ ചൂടുന്ന പോലെ. പക്ഷേ ഇത് വിടരില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കും കോർക്കുമ്പോഴും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് കാക്കരട്ട എന്നാണ് ഇതിന് പറയുന്നത് തമിഴിൽ. മലയാളത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലായില്ല, കാരണം ഇവിടെ റേഞ്ച് ഇല്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണെങ്കിൽ. പക്ഷേ ഞാൻ വിചാരിച്ചത് മുല്ലപ്പൂവാന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ വേറൊരു കാഴ്ചയാണ്, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വേറൊരു ടൈപ്പ് പൂവുണ്ട് കേട്ടോ. ഇത് എന്താ പറഞ്ഞത് അവർ? കളർ പിച്ചി. ഇത് പിച്ചി പൂ തന്നെയാണ് അല്ലേ? കളർ പിച്ചി. ഇതിനൊരു മൊട്ട് കണ്ട ഒരു റെഡ് കളറുണ്ട് അല്ലേ? ചുവന്ന കളറുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ്, എനിക്കാണ് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇവിടെ പിച്ചിപ്പൂവും തമിഴിൽ കാക്കരട്ട എന്ന് പറയുന്ന രണ്ട് ചെടി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് നെറ്റ് ഉണ്ടായിരുന്ന ഇതൊന്ന് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. എനിക്ക് പൂക്കളെക്കുറിച്ച് അത്ര ധാരണയില്ല, അതാണ് സത്യം. പൂക്കളുടെയൊക്കെ തോട്ടത്തിൽ നമ്മൾ പോവുമെങ്കിലും നമ്മൾ കൂടുതലും കാണുന്നത് ചെണ്ടുമല്ലിപ്പൂക്കൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനത്തെ പൂക്കൾ കൃഷിയൊക്കെ വളരെ കുറവാണ് കാണുന്നത്. പിന്നെ പൂക്കളുടെ കൃഷിയെക്കുറിച്ചും അല്ലെങ്കിൽ പൂക്കൾ വിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് തോവാളയാണ്. തോവാളയിൽ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പൂക്കൾ കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് അവർ ലോറിയിലും ചെറിയ ചെറിയ വാഹനങ്ങളിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത്. കേരളത്തിലേക്ക് തന്നെ ഒരുപാട് വരുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെൽവെറ്റ് പൂ അല്ലെങ്കിൽ കോഴിപ്പൂ, ഇംഗ്ലീഷിൽ സെലോഷ്യ എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത്. എന്തായാലും പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ കോഴിപ്പൂ എന്നാണ്. അത് കൃഷി ചെയ്തിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന സെലോഷ്യ അല്ലെങ്കിൽ കോഴിപ്പൂ കൃഷി ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്ത് അരളിപ്പൂ കൃഷി ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്ത് എന്താ പറയുക മുല്ലപ്പൂ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തോ പൂക്കൾ അതും അവിടെ കൃഷി ചെയ്തിരിക്കുന്നു.
പിന്നെ പച്ചക്കറികളായിട്ട് കുറേ സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിരിക്കുന്നു. ശരിക്കും കാർഷിക ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും കാർഷിക ഗ്രാമം തന്നെയാണ്. നമ്മൾ ഇന്ത്യയിൽ പല കാർഷിക ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുപോലത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ. പൂക്കളും പച്ചക്കറികൾ, പഴങ്ങൾ, നാളികേരം എന്നാ വേണം ഇവിടെ എല്ലാം ഈ ഒരു ഗ്രാമത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ച ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ഗ്രാമഭംഗിയോട് കൂടിയ ഒരു പ്രദേശം നിങ്ങൾ നോക്കിയേ, ചുറ്റും മലനിരകൾ, മലയുടെ താഴ്വാരത്ത് ഗ്രാമം, ഗ്രാമത്തിനോട് ചേർന്ന് ധാരാളം കൃഷിയിടങ്ങൾ. നെൽകൃഷി മാത്രം അധികം ഇവിടെ കണ്ടില്ല, ബാക്കിയെല്ലാം ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അരി മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയായിരിക്കും, ബാക്കിയെല്ലാം ഈ ഗ്രാമത്തിലുണ്ട്. എന്താ അല്ലേ, പൂക്കളും പച്ചക്കറികളും ഒന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോകണ്ട എന്നുള്ളതാണ് സത്യം. എല്ലാം ഈ ഗ്രാമത്തിലുണ്ടല്ലോ, പിന്നെ എന്തിന് പുറത്തേക്ക് പോകണം? എന്തായാലും ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ കേരളത്തിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെയായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിലേക്കായിരിക്കും. കാരണം ഇതിപ്പോൾ മധുരയ്ക്ക് അടുത്തായതുകൊണ്ട് അധികം ദൂരമില്ല, 40 കിലോമീറ്ററേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മധുര മാർക്കറ്റിലേക്ക് പോയിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ പച്ചക്കറികളും പൂക്കളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം എന്ന് വേണം എടുത്തു പറയാനായിട്ട്. നമ്മൾ ആക്ച്വലി ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നില്ല, ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നേ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമത്തിലേക്ക് കുറച്ച് ചുറ്റി വേണം പോകാനായിട്ട്. ടാറിട്ട വഴിയുണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയടിപ്പാത എന്ന് വേണമെങ്കിൽ പറയാം, നടന്നു പോകാനുള്ള വഴിയുണ്ട്. ഗ്രാമത്തിലെ ആൾക്കാർ ഇങ്ങനെ നടന്നു വന്ന് ബസ് കയറുന്ന സ്ഥലമുണ്ട് ഇവിടെ. എപ്പോഴും ബസ്സില്ല കേട്ടോ, രാവിലെയും വൈകിട്ടും ഒക്കെയാണ് ബസ് സർവീസ് ഉള്ളത്, പിന്നെ ഉച്ചയ്ക്ക് ഒരു സമയത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ പുറത്തേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഈ ലൂണ സ്കൂട്ടറുണ്ട്. സ്കൂട്ടറാണ് പ്രധാനമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ ബൈക്കുകൾ കുറേ വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാർ അങ്ങനെ അധികം വീടുകളിൽ കണ്ടിട്ടില്ല. പിന്നെ ഇവരുടെ യാത്രാമാർഗ്ഗം എന്ന് പറയുന്നത് ഓട്ടോയാണ്, ഷെയർ ഓട്ടോ ഉണ്ട്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് മധുരയ്ക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോകുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി നമ്മൾ സാധാരണ ഇതിൽ എപ്പോഴും ഗ്രാമത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് കൃഷി സ്ഥലത്തേക്കൊക്കെ മിക്കപ്പോഴും വന്ന് കാഴ്ചകൾ കാണുന്നത്. എന്നാലിത് പോകുന്ന വഴിയിൽ തന്നെ കണ്ടപ്പോഴേ ഇങ്ങോട്ട് കയറി കേട്ടോ. കാരണം പൂക്കൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ പിടിവിട്ടുപോയി. അത്രയും മനോഹരമായ പൂക്കൾ കൃഷി ചെയ്യുന്നൊരു ഗ്രാമം. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഇങ്ങോട്ട് ആദ്യം കയറിയത്. ഗ്രാമം ഞാൻ പറഞ്ഞില്ല, ഇതാ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് അധികം ദൂരമില്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് റോട്ടിലൂടെ പോകാം, വാഹനം പോകുന്ന വഴിയുണ്ട്. അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് പങ്കുവയ്ക്കാം. എന്തായാലും കൃഷിയിടം കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് കയറിയെന്ന് മാത്രം. അങ്ങനെ ഗ്രാമത്തിലെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വാഹനം അവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. ഒരു ചെറിയ ഓലമേഞ്ഞ കട, ആ കടയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഒരു ചായ കുടിക്കണം. ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒരു ചായക്കട ഉണ്ടെങ്കിൽ അവിടെ പോയി ചായ കുടിക്കുക എന്നുള്ളതൊരു ശീലമാണ്. ആ ഒരു ശീലം തെറ്റിക്കുന്നില്ല. ഇവിടെ വന്ന് ഒരു ചായ കുടിച്ചിട്ടായിരിക്കും നമ്മുടെ കാഴ്ചകൾ തുടരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അമ്മയെ കാണാം. ഒരമ്മ ഇവിടെ നമുക്ക് വേണ്ടി ചായ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. മണിയണ്ണം പറഞ്ഞു 2 ചായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ കട വന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. 1/1/2025 എന്ന് പറഞ്ഞ് തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മണിയണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞത് 2025 ചായയുടെ വില 10 രൂപയും പിന്നെ പാഴ്സൽ ചായക്ക് 30 രൂപ, പിന്നെ വടയ്ക്ക് 6 രൂപയും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് തമിഴിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ബോർഡ് കണ്ടില്ലേ, ഇങ്ങനെയാണ്. അപ്പം വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും വടയ്ക്ക് 6 രൂപയേ ഉള്ളൂ. ചായക്ക് ഇപ്പം പറഞ്ഞത് 10 രൂപ എന്നാണ് മണിയണ്ണൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ അരട്ടാപ്പട്ടയൊക്കെ പോയ സമയത്ത് 5 രൂപയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ട് ഈ കാലത്തിലും, അതായത് 2025. പക്ഷേ ഇവിടെ 10 രൂപയാണ് ചായക്ക്. പക്ഷേ അവിടെ ചെറിയ ഗ്ലാസ്സായിരുന്നു, ഇവിടെ കുറച്ചുകൂടെ വലിയ ഗ്ലാസ്സിലാണ് ചായ അവർ തരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അടുപ്പ് കണ്ടോ, ഇപ്പോഴും വിറകിൽ ആണ് അടുപ്പ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരു പ്രത്യേക രീതിയിലാണ്, മണ്ണുകൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന അടുപ്പ്. പിന്നെ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് ഈ ഒരു തറ. പിന്നെ ഒരു ടി വി ഓടുന്നുണ്ട്, പഴയ ഒരു ടി വി, നമ്മുടെ പിക്ചർ ട്യൂബൊക്കെ ഉള്ള ഒരു ടി വിയും അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഈ ഗ്രാമത്തിലെ ഒരു ചെറിയ ചായക്കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് ചായ കിട്ടിയിരിക്കുകയാണ് കേട്ടോ, നല്ല ചായ. ഇവിടെ ഗ്രാമമായതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, പശുവിൻ്റെ പാലൊക്കെ ഇവിടെ തന്നെയുള്ള പശുവിൻ്റെ പാലുകളൊക്കെ തന്നെയാണ് ഇവർ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല നാടൻ പാലിൽ നമുക്ക് നല്ലൊരു ചായ കിട്ടിയിരിക്കുകയാണ്. ഗ്രാമത്തിൽ വന്നു കഴിയുമ്പോഴേ ആദ്യമേ വേണ്ട എന്താണ്? ഒരു ചായ. ചായ ഇല്ലെങ്കിൽ എന്ത് ഗ്രാമം? നമ്മൾ ഏത് ഗ്രാമത്തിൽ പോയാലും ഒരു ചായ കുടിക്കാതെ ഗ്രാമത്തിൽ നിന്ന് പോകാറില്ല. സമയമുണ്ടെങ്കിൽ, സമയം ഇന്നിപ്പോൾ ഉള്ളതുകൊണ്ട് എന്തായാലും ചായ കുടിക്കും, ചായ കുടിച്ചിട്ടേ പോവുള്ളൂ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, വളരെ ശാന്തമായ ഒരു പ്രദേശമായതുകൊണ്ട് ശാന്തമായി ഇരുന്നുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, ഇവിടെ നല്ല കാറ്റുള്ള പ്രദേശമാണ്. 2 മലയുടെ താഴ്വാരമായതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ആൽമരമൊക്കെ നല്ല രീതിയിൽ ആടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഗ്രാമത്തിലെ വിശേഷങ്ങളാണ്. നല്ലൊരു ചായ കിട്ടിയിരിക്കുകയാണ്. ഗ്രാമത്തിലെ ഏക ചായക്കടയാണ്.
നിങ്ങൾ കണ്ടല്ലോ, ഒരു ചെറിയ ഓലമേഞ്ഞ അല്ലെങ്കിൽ ഒരു ചെറിയ ഒറ്റ മുറിയുള്ള ഒരു ചായക്കടയാണ്. അതിനോട് ചേർന്ന് പലചരക്കിടയുണ്ട്. കുറച്ച് സാധനങ്ങൾ അവരത് വിൽക്കുന്നു. മാത്രമല്ല ചായയും കൊടുക്കുന്നുണ്ട്. 4 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് അല്ലെങ്കിൽ സൊറയൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സമയത്ത് ഗ്രാമത്തിന് പുറത്ത് അധികം ആൾക്കാരെ കാണാനില്ല. ഒന്ന്, കുറേ ആൾക്കാരൊക്കെ, പ്രായമായ ആൾക്കാരൊക്കെ വീടിനുള്ളിൽ തന്നെ വിശ്രമിക്കുമായിരിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൃഷിയിടങ്ങളിലാണ്. അവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഈ ചെടികൾക്ക് കളപറിക്കുക അങ്ങനെയുള്ള ജോലികളിലൊക്കെ സ്ത്രീകൾ ഏർപ്പെടുകയും പുരുഷന്മാർ ആടുമാടുകളെ വളർത്താനായിട്ട് മലമുകളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. അവർ 4 മണിക്ക് ശേഷമാണ് അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമാണ് അവരൊക്കെ തിരിച്ച് വീടുകളിലേക്ക് വരിക. പിന്നെ കുട്ടികൾ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഈ ഗ്രാമപ്രദേശത്ത് ഇരുന്നുകൊണ്ട് ഈ ഏക ചായക്കടയിൽ നിന്ന് നമ്മളിപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനും മണിയണ്ണനും കൂടെ ഈ ഗ്രാമത്തിലൂടെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന 1-2 കാഴ്ചകൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആദ്യമേ കാണുന്നത് ഇതാണ് കേട്ടോ. ഈ കാണുന്നൊരു ബിൽഡിങ്ങാണ്. ഇത് നാടകമേട എന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞത്. അതായത് നാടകം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം കാണാം. അത് അമ്മൻ കോവിൽ അല്ലേ? മുത്താൾ അമ്മൻ കോവിലാണ് ആ കാണുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഇതും കോവിൽ തന്നെയല്ലേ, പിള്ളേർ കോവിൽ അല്ലേ? അപ്പോൾ അതിനോട് ചേർന്ന് നമുക്കതും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് കൂടുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് കൂടുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ വീടുകളാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ദേശീയ വാഹനം, തമിഴ്നാടിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ദേശീയ വാഹനമായിട്ടുള്ള നമ്മുടെ TVSൻ്റെ സ്കൂട്ടർ പോകുന്നു. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിച്ച ചായക്കട. പിന്നെ ഇങ്ങോട്ട് അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വീടുണ്ട്, ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. പിന്നെ ഒരു കൊടിമരമുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഗ്രാമം. ഇത്രേ ഉള്ളൂ ഗ്രാമം എന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ ഒരു ചുറ്റുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾ മാത്രമാണ് ഇവിടുത്തെ ഗ്രാമം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിലൊക്കെ നമ്മൾ പോയ സ്ഥലമാണ്. ആ ഭാഗത്തൊക്കെ തെങ്ങിൻതോപ്പും കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. പിന്നെ ക്ഷേത്രം അറിയാമല്ലോ, തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എവിടെയാണെങ്കിലും ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആക്ച്വലി ക്ഷേത്രത്തിൻ്റെ നേരെ കൈ ചൂണ്ടരുത് എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചൂണ്ടിയതാണ് കേട്ടോ, ക്ഷമിച്ചേക്കണേ. പിന്നെ ഇവിടെ ഒരു പാട്ടി അവിടെ എന്തൊക്കെയോ ചെറിയ ജോലികളിലൊക്കെ ഏർപ്പെട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുറച്ച് പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് കെട്ടിക്കൊടുത്ത വീടുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഓലമേഞ്ഞ അല്ലെങ്കിൽ ഷീറ്റ് മേഞ്ഞ ഓടുമേഞ്ഞ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ഭാഗത്തൊക്കെ ഓലമേഞ്ഞ വീടുകളൊക്കെ ഉണ്ട്. ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനത്തെ ഓലമേഞ്ഞ വീടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ കണ്ടോ ഒരു ഓലമേഞ്ഞ വീട്, ആ അമ്മയുടെ വീടാണ് കേട്ടോ. നോക്കിയേ, അമ്മ അപ്പോൾ അതൊക്കെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. വളരെ ചെറിയൊരു വീട്, ഒരു എന്താ പറയുക, ഒരു തടി കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വാതിലും. അത് തന്നെ അത്ര ഭംഗിയുള്ള വാതിലൊന്നുമല്ല, കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും അമ്മ അത് പൂട്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അമ്മയുടെ ഒരു ചെറിയ വീട്. എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിലെ ഏറ്റവും ചെറിയ വീട് മിക്കവാറും അതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങാൻ പോകുന്നു. വണ്ടി കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 6 മണി വരെ നിൽക്കണമായിരുന്നു. 6 മണി വരെ നിന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകൾ കാണാം. കാരണം ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം പണിസ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചു വരുന്ന ആ ഒരു സമയം അതൊക്കെ കാണണമെങ്കിൽ ശരിക്കും 5:30-6 മണി വരെ ഇവിടെ നിൽക്കണം അല്ലേ മണിയെന്ന? അവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് കണ്ടുകൊണ്ടിരുന്നാൽ മണിയണ്ണൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് പോവുകയാണ് നമ്മൾ. കാരണം അവിടെ ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാമത്തിലെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് നമ്മളിനി ഇന്നത്തെ യാത്ര. ഇവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കാട്ടിലൊക്കെ പോയ ആൾക്കാർക്ക്, ഈ ആടുമാടുകളെയൊക്കെ മേയ്ക്കാനായിട്ട് പോയിരിക്കുന്ന ആൾക്കാർ ആടുമാടുകളൊക്കെ ആയിട്ട് തിരിച്ചു വരും. അത് നല്ല രസമായിരിക്കും അങ്ങനെ കൂട്ടമായിട്ട് വരുന്നത് കാണാനായിട്ട് അല്ലേ? നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ഒരു ഗ്രാമത്തിൽ അതിങ്ങനെ വരുന്നൊരു കാഴ്ചയൊക്കെ ശരിക്കും നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ നിന്നൊരു 25 കിലോമീറ്റർ മാറിയിട്ട് ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് ആ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. കാരണം ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് വൈകും. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം, അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി യാത്ര തുടരാം. യാത്ര തുടർന്ന് മണിയണ്ണൻ പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. അങ്ങനെ അണ്ണം പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ എൻ്റെ പൊന്നെ, ഇതൊരു വല്ലാത്ത ഗ്രാമം തന്നെയാണ്. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. അണ്ണൻ ഇവിടെ പരിചയമുള്ള ഒരാളുണ്ട്. അങ്ങനെയാണെന്ന് ശരിക്കും ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് അണ്ണൻ നമ്മളോട് പറഞ്ഞതും ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. മണിയണ്ണൻ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചിന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനും ഇവിടെ എത്തിച്ചേരാനും കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി കിടക്കുന്നത് തന്നെ കണ്ടോ, ഒരു വളരെ ചെറിയൊരു സ്പേസിലല്ലേ. ആക്ച്വലി ഈ വഴി വണ്ടി വരുന്നൊന്നുമല്ല, നമ്മുടെ ജിപ്സി ആയതുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്നതാണ്. നിറച്ചും ഇരുവശങ്ങളിൽ മുള്ളു ചെടികളാണ്. നമ്മുടെ കരിവേലം എന്ന് പറയും തമിഴ്നാട്ടിൽ ഇതിന്.
മഞ്ഞക്കരിവേലെന്നൊക്കെ പറയപ്പെടുന്ന ഒരു ചെടിയാണിത്. നമ്മൾ പല വീഡിയോസിലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ കൃഷിക്ക് അത്ര അനുയോജ്യമായ ഒരു സ്ഥലമൊന്നുമല്ല, എങ്കിലും ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിലേക്ക് ഏകദേശം എത്തിച്ചേരണമെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബസ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും ഉള്ളിലായിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം വീടുകളൊന്നുമില്ല. ഒരു 10-30 വീടുകളെ ആകെയുള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ 5 വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള വീടുകളെല്ലാം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കാഴ്ചകളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോയത് എന്നുള്ളതൊക്കെ നമുക്കിനി ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്തായാലും ഗ്രാമത്തിൽ വന്നല്ലേ ഉള്ളൂ, ഓരോന്നോരോന്ന് പോയി കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മുടെ ജിപ്സി കിടക്കുന്നതിനോട് ചേർന്ന് ഇവിടെ ഒരു വീട് കാണാം. ഇതുണ്ടോ, ഇത് മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആക്ച്വലി ഇപ്പം നിലവിലവിടെ ആരും താമസിക്കുന്നില്ല. വഴി കണ്ടല്ലോ, ഇങ്ങനത്തെ വഴിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. കണ്ടോ, ഇതൊക്കെ മുള്ളാണ് കേട്ടോ. വണ്ടിയുടെ സൈഡൊക്കെ മിക്കവാറും ഒരു പരിവായി കാണും. കണ്ടോ, നല്ല മുള്ളാണ്. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇങ്ങനെ അങ്ങ് വന്നു കഴിയുമ്പോഴത്തേനും കണ്ടോ, വീട് ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കണ്ടോ, എല്ലാം നശിച്ചു പോയി കേട്ടോ. നല്ലൊരു വീടായിരുന്നു, നല്ല ഓടുമേഞ്ഞ മൺകട്ട് കൊണ്ട് നിർമ്മിച്ച വീടായിരുന്നു. ഇവരൊക്കെ കുറച്ച് കാലങ്ങളായി പോയിട്ട്, എത്ര വർഷമായെന്നുള്ളത് നമുക്കിവിടെ ചോദിക്കാം. എന്തായാലും അണ്ണെന്താ ഇതിലൂടെ പോയിട്ടുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറാം. ഇതാണെങ്കിൽ മുള്ളാണ് എൻ്റെ പൊന്നെ. എൻ്റെ ഇടയിലൂടെ ഒക്കെ കയറണമെങ്കിൽ വലിയ പാടാണ്, മുള്ളുള്ളത് കൊണ്ടേ. എൻ്റെ അമ്മോ, അണ്ണനെ എന്തോ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട്. അത് ശരി, അണ്ണൻ പറയുന്നത് ജയലളിതാവിൻ്റെയും MGRൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. കണ്ടോ, പണ്ട് വെച്ചിരുന്ന ഫോട്ടോയാണ്. വീട് നമ്പറൊക്കെ കണ്ടോ, 222 എന്നൊക്കെ പറഞ്ഞ നമ്പർ നമുക്ക് കാണാം. നല്ല ശരിയാ, നല്ല കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാതിൽ നമുക്ക് കാണാം. ഇത് വിളക്കുമാടം അല്ലേ? ശരി ശരി. ഇതിപ്പം നല്ല വർഷം പഴക്കമുണ്ടല്ലോ അല്ലേ? ரொம்ப വർഷം പഴക്കം. നല്ല വർഷം പഴക്കം. മെയിൻ വാതിൽ വീണ്ട. പാമ്പ് വല്ലതും ഉണ്ടാവോ? കാരണം ഇതിങ്ങനെ വീഴണ്ട. ശരി, തടി നല്ല സ്ട്രോങ് അല്ലേ? കൊള്ളാം. എന്തായാലും പാമ്പുണ്ടോ സൂക്ഷിച്ചാൽ മതി, വേറെ കുഴപ്പമില്ല. ഇവിടെ പിന്നെ ധാരാളം കുഴിയാനകളുണ്ട്. തമിഴ്നാട്ടിലും കുഴിയാന തന്നെ പറയുന്നത്. കുഴിയാന ധാരാളം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് കാണാനില്ല. ഇതിനെ തപ്പിയെടുത്താലോ? സമയമില്ല, ഇല്ലെങ്കിൽ തപ്പിയെടുക്കായിരുന്നു. ഇതുകൊണ്ടോ, ഇത് അടുത്ത വീട് കേട്ടോ. നോക്കിയേ, ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിരിക്കുകയാണ്. അലമാരയുണ്ട്. അവിടെ അങ്ങ് കുറച്ച് ദൂരത്തായിട്ട് കാലും ഇരിപ്പുണ്ട്. ഓടെല്ലാം പൊളിഞ്ഞെല്ലാം പോയി കേട്ടോ. അവിടെ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുടുകട്ട കൊണ്ടായിരുന്നു ഈ വീടൊക്കെ അന്ന് നിർമ്മിച്ചിരുന്നത്. വാതിലെല്ലാം മഴയും വെയിലൊക്കെ കൊണ്ട് നശിച്ച് പൂർണ്ണമായിട്ടും. ഇപ്പോൾ വീടില്ല, വീടിൻ്റെ ഒരു കുറച്ച് ഭാഗമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നല്ല വഴിയായിരുന്നു കേട്ടോ. ഇപ്പം ആൾക്കാരും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം മുള്ളാണ്. ഓക്കെ, ഇവിടെ എല്ലാം മുള്ളാണ് കണ്ടോ. അപ്പം ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ 2 താമസക്കാരുണ്ട് കണ്ടോ. ഈ കാണുന്നൊരു വീട്, പിന്നെ അവിടെ ഒരു വീട്ടിൽ താമസമുണ്ട്. ഈ കാണുന്ന വീടൊക്കെ പൂർണ്ണമായിട്ടും പോയി കേട്ടോ. അങ്ങോട്ടൊന്നും താമസക്കാരില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ആൾ താമസമുണ്ട്. 1, 2, 3, 4, പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വന്ന വഴിക്കൊരു ചെറിയ വീടുണ്ട്, നമുക്ക് കാണാം. അവിടെയും താമസക്കാരുണ്ട്. പിന്നെ അതൊക്കെ കണ്ടോ, അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ് ആ ഭാഗത്തൊക്കെ. ഇവിടെ കണ്ടോ, ഇവിടെയും ഒരു വീട് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. കണ്ടോ, ഇവിടെ ഒരു പുളിമരമുണ്ട്. പുളിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ആ വീട് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും നിലവിൽ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ് കണ്ടോ. അങ്ങനെ ഗ്രാമത്തിൻ്റെ പ്രധാന വഴിയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മൾ ആദ്യമേ കണ്ടോ 2 വീടുകൾ. ഇതൊന്ന് ക്ഷേത്രമാണ് കേട്ടോ, കോവിലാണ്. അമ്പലമാണ്. ഓക്കെ. ഒന്ന് ക്ഷേത്രമാണ്, അത് വീടാണ്. അത് 2 വീടാണ്. അവിടെ താമസക്കാരുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസക്കാരില്ല. ഇത് മുഴുവനും പൊളിഞ്ഞു പോയി കണ്ടോ. ഇനി അകത്തെന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും നിലവിലത് നശിച്ചു പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെയും ഒരു വീട് നമുക്ക് കാണാൻ കഴിയും. ഇതും പൂർണ്ണമായിട്ട് നശിച്ച ഒരു വീട് തന്നെയാണ്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു വീട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ആൾ താമസമുണ്ട്. അവരത് കുറച്ചുകൂടെയൊക്കെ ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലും ആളില്ല, ഇറക്കാൻ വെളിയിൽ പോട്ടെ. അല്ല, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ലേ? മധുരയ്ക്ക് പോയിട്ട്. അപ്പോൾ ഇനി ഇതും നശിച്ചു പോകും.
ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 പാർട്ടീഷനാണ്. ഇവിടെ ഒരെണ്ണത്തിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഇവിടെ ആൾ താമസമില്ല. ഇത് ഇനിയിപ്പോൾ ഇത് നശിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇവിടെ അടിച്ചു വാരിയൊന്നും ഇട്ടിട്ടില്ല. ഇங்கே വീട്ടിലെ ആളില്ല. ഈ വീട്ടിലെ ആളില്ല കേട്ടോ. അതിൻ്റെ പുറകിൽ ആൾ താമസിക്കുന്നുണ്ട്, ഇതിനകത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അമ്പലമാണ്, ക്ഷേത്രമാണ്. 2009 പണിത ഒരു കോവിലാണ്. എന്തായാലും ഇയർ എഴുതിയേക്കുന്നത് നന്നായി. ഈ വീട് മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മോൾവശമൊക്കെ തകർന്നിരിക്കുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ ഒരു വലിയ വീടായിരുന്നു, അത് ഏകദേശം തീരുമാനമായി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓടുമേഞ്ഞ വീട് കാണാം. ഇതിൻ്റെ ഒരു 3/4 ഭാഗം നശിച്ചിരിക്കുകയാണ്. മണിയണ്ണ, ഇത് കുറച്ചുകൂടി പുതിയ ഓടാണല്ലോ. ഓട് പുതിയതാണ്, വന്ന് പുതുപ്പിച്ചിട്ട് പെയ്ത, പിന്നെ ആൾ വന്നിട്ടില്ല, ആളില്ല. ഓക്കെ ഓക്കെ. ഇവർ പുതിയ ഓടൊക്കെ മേഞ്ഞതാണ്, പക്ഷേ വീട് നശിച്ചു കേട്ടോ. ഈ ഓട് മേഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇടിഞ്ഞു, പൂർണ്ണമായിട്ട് ഇടിഞ്ഞു. ഇനി ഇങ്ങോട്ട് അകത്തേക്ക് കയറിയ പാമ്പുണ്ടോ എന്നുള്ളതാണ് പേടി. അതുകൊണ്ടാണ് ഞാൻ കയറാത്തത് കേട്ടോ. അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണിയാവും. എന്താ അവസ്ഥ? ഇതൊക്കെ അതിലൊക്കെ കാട് പിടിച്ചെടുക്കാം. ആ ഭാഗത്തൊക്കെ അതിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കയറാം. ഇതിനി പണി നടക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും. നല്ല പണി എടുക്കേണ്ടി വരും. അവിടെ ഒരു വീടുണ്ട് കേട്ടോ. ആ ഒരു വീടും കൂടെ ഉള്ളൂ. ഈ ഗ്രാമത്തിലെ അവസാനത്തെ വീടാണ്. അവിടെ ആൾ താമസിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് നശിച്ചു. അങ്ങനെ ഈ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരു അമ്മയെ കണ്ടു കേട്ടോ. അമ്മയുടെ വീടാണ് ആ കാണുന്നത്. അമ്മയെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു, അങ്ങ് ദൂരെ കാണിച്ചിരുന്നു. അമ്മയുടെ വീട് ഇപ്പം ഒരു ചെറിയ വീടാണ്. മുன்னாடி ഇത് வந்து பெரிய வீடு தானே? ஆமா, பெரிய வீடு. 2 மாடி வீடா இருந்தது. 2 மேடா? 2 மாடி வீடு. ഓ அப்படியா? 2 നില വീട്. 2 നില വീടായിരുന്നാണ് അമ്മ പറയുന്നത്. ഇപ്പം സിംഗിൾ ആയിട്ട്. ஆமா, செங்கல் வச்சு ஓட்டு வீடா கட்டியாச்சு. ஓ சரி சரி. ஓட போட்டு விட்டாச்சு. ஓட போட்டு வச்சு. ஓகே ஓகே ஓகே. இங்கே எல்லாரும் எதுக்கு வேலை பண்ணி போய்? விவசாயம் எங்க ஊருக்கும் இந்த பக்கத்து ஊருக்கும் பிரச்சனை வந்துருச்சு. பிரச்சனை வரும், விவசாயம் எல்லாருக்கும் அது பொழைக்கிறதுக்கு போயிட்டாங்க. மதுரை, திருப்போணம் அப்படி இருக்காங்க. புதூர்ல பாதி பேர் இருக்காங்க, இங்க திருப்போணத்துல பாதி பேர் இருக்காங்க. பொழைக்க போயிட்டாங்க. ஓ அப்படியா? அப்புறம் என்ன செய்யறது? பிள்ளைகளை படிக்க வைக்கணும். ஆமா ஆமா, விவசாயத்தை பார்த்துக்கிட்டு இருந்தாங்க. விவசாயம் இல்லாம போச்சு, அப்புறம் என்ன செய்யறது? ஆமா, பொழப்புக்கு சிட்டியா இங்க பசு வசதியும் இல்ல, பிள்ளைய படிக்கிறதுக்கு வேலைக்கு போய் வர்றதுக்கு. அதுக்கு சிட்டியா அசூருக்கு போயிட்டாங்க. மொத்தம் இங்க எவ்வளவு வீடு இருந்திருந்து முன்னாடி? முன்னாடி ஒரு 50 வீடு இருந்துச்சு. முன்னாடி 50 வீடு இருந்திருந்து? ஆமா, பூரா இடிஞ்சு போச்சுல. ഓ, ഇപ്പൊ 5 വീട് മട്ടും 5-6 വീട് മട്ടും ശരിയമ്മ. അങ്ങനെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്താണ് നമ്മൾ അമ്മയെ കണ്ടതും അമ്മ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചതും. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, കൊട്ടം. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് കൊട്ടം എന്നാണ്. ആക്ച്വലി ഇത് മധുരയ്ക്കും ശിവഗംഗയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഗ്രാമമാണ്. ഇവിടുന്ന് ഏറ്റവും അടുത്ത് അവർക്ക് പോകാൻ പറ്റുന്നത് മധുരയ്ക്ക് തന്നെയാണ്. മധുര അധികം ദൂരമില്ല. മധുരയ്ക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇവർ ഈ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം ഗ്രാമത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ കൊട്ടം എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ഏതായാലും അമ്മ പറഞ്ഞ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ശരിക്കും ഒരു 10-20 വർഷം മുന്നേ 50 വീടുകളുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് ബസ് സർവീസൊക്കെ കുറഞ്ഞു. പിന്നെ കൃഷി ഈ പറഞ്ഞ രീതിയിൽ അത്ര സക്സസ് ആയില്ല. കുറേ ആൾക്കാർ കൃഷിയൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റ് ദേശങ്ങളിലേക്കൊക്കെ പോയി. മധുരയും അതോടൊപ്പം തന്നെ മധുരയ്ക്ക് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ താമസം മാറിയതോടുകൂടി കുറേ വീടുകൾ അങ്ങനെ നശിച്ച് പോയി. അവസാനമായപ്പോഴത്തേനും ഇപ്പോൾ നിലവിൽ ഒരു 5-8 വീടുകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ബാക്കി എല്ലാ വീടുകളും പൂർണ്ണമായിട്ടും നശിച്ച് അവർ, ഞാൻ പറഞ്ഞല്ലോ, അവർ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി അങ്ങനെ പൂർണ്ണമായിട്ടും ആ വീടുകളൊക്കെ നശിച്ച് കിടക്കുകയാണ് ഇവിടെ. പിന്നെ ഇവരൊക്കെ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു കോവിലുണ്ട്. ആ കോവിലിൽ ഉത്സവം നടക്കുന്ന സമയത്ത് എല്ലാവരും വരും. അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ നിന്ന് പോയ ആൾക്കാർ തിരിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് വരിക. അല്ലാത്ത പക്ഷം ഇവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞ 2-3 കാര്യങ്ങളുടെ പോയിൻ്റ് ഇതൊക്കെയാണ്. ഒന്ന്, ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് ബസ് സർവീസ് ഇല്ല. 2, ഇവിടുത്തെ കുട്ടികൾ പഠിക്കണമെങ്കിൽ ഇവർ പുറത്തു പോയി വേണം കുട്ടികളെ കൊണ്ടേ ആക്കി അവിടെ നിന്ന് പഠിക്കാനും പിന്നെ തിരിച്ചു വരാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമീപകാലങ്ങളിലാണ് ഇവർക്ക് വെള്ളം പൈപ്പ് ലൈൻ വന്നത്. 2017 ആക്ച്വലി ഇവിടെ കറണ്ട് കണക്ഷൻ പോലും വന്നത്. അപ്പോൾ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാർ താമസിക്കാനായിട്ട് തുനിയോ? അവർ ഇവിടെ നിന്ന് വിട്ടു പോവുക മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ കുറച്ച് ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവർ മറ്റ് ദേശങ്ങളിലേക്ക് പോകാത്തത്, പലായനം ചെയ്യാത്തതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമീപത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഇതിൽ നിന്ന് വരുമാനം എടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഇനിയിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ വില നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നിന്ന് പുറത്തു പോയ ആൾക്കാരൊക്കെ കുറച്ച് ജോലിയുള്ള ആൾക്കാരുണ്ട്. പ്രൈവറ്റ് ജോലിയായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയ ആൾക്കാരാണ് കൂടുതലും. ബാക്കി കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ വന്ന് കഴിയുമ്പോൾ കാണുന്നൊരവസ്ഥ വളരെ ശോകം തന്നെയാണ്. ബസ്സില്ല, അതോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു കാട്ടുപ്രദേശം, പുറം ലോകമായിട്ടൊന്നും അധികം ബന്ധമില്ല. എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കണമെങ്കിൽ കുറേ ദൂരം പോയെങ്കിൽ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ.
വല്ലപ്പോഴും പോകുന്ന ലോറിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓട്ടോറിക്ഷ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് റോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ലോറി അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് മാറിയിട്ട് ക്രഷറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന ലോറികളാണ് ഇതിലൂടെ ഈ റൂട്ടിലൂടെ അങ്ങ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, മണിയണ്ണൻ പ്രത്യേകിച്ച് പറഞ്ഞു 4 കുട്ടികളെ ഈ ഗ്രാമത്തിലുള്ളൂ. അതാണ് വേറൊരു പ്രത്യേകത. അവരിപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ് പഠിക്കാനായിട്ട്. അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെ പോയെങ്കിൽ മാത്രമേ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം. എന്തായാലും ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ അങ്ങ് നീളുകയാണ്. ആക്ച്വലി ഇത് ഓടി വന്ന് വീഡിയോ എടുക്കേണ്ട ഒരു കാര്യമേ അല്ലായിരുന്നു. മണിയണ്ണൻ പറഞ്ഞു പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും രാവിലെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോന്നോരോന്നായി കണ്ട് കൃഷിയും മറ്റു കാര്യങ്ങളും ഇവർ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ കാണേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ സൂര്യൻ ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ. എന്തായാലും വീടുകളൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ്. കുറച്ച് വീടുകൾ മാത്രമാണ് എന്താ പറയുക കുറച്ച് മേൽക്കൂരയൊക്കെ നല്ല രീതിയിലൊക്കെ കെട്ടി അവർ താമസിക്കുന്നത്. ബാക്കിയെല്ലാം ഓടുമേഞ്ഞ വീടുകളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, പൊളിഞ്ഞു പോയതല്ല, ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ നടന്നു വന്ന വഴിയൊക്കെ കണ്ടില്ലേ, ആക്ച്വലി നല്ല കോൺക്രീറ്റ് ചെയ്ത വഴികളൊക്കെ ആയിരുന്നു. ഇപ്പം ആൾക്കാർ നടക്കുന്നില്ല, വീടുകളില്ല, അതുകൊണ്ടൊക്കെ തന്നെ അതെല്ലാം പൊളിഞ്ഞു പോയി. ഇനിയിപ്പം 5 വീടുകൾക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഇനി ഒരുക്കി കൊടുക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഭാവിയിൽ അത് ചെയ്തു കൊടുക്കാം. നമ്മൾ പണ്ട് മീനാക്ഷിപുരം എന്നൊരു ഗ്രാമത്തിൽ പോയിരുന്നു. അവിടെ ഒരു ആൾ മാത്രം ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടതാണ്. അവിടെ പറഞ്ഞ പോലെ വെള്ളമില്ലാത്തതിൻ്റെ പേരിലാണ് ആ ഗ്രാമം ഉപേക്ഷിച്ച ആൾക്കാർ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയത്. പിന്നീട് സർക്കാർ ഒരു കളക്ടർ വന്ന്, അത് തൂത്തുക്കുടി മാവട്ടമാണ്, തൂത്തുക്കുടി ജില്ലയാണ്, അവിടെ ഒരു നല്ലൊരു കളക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ന്യൂസ് കണ്ട് അല്ലെങ്കിൽ കേട്ട് അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം വെള്ളം കൊടുക്കാൻ പറഞ്ഞ നാടും കൂടെയാണ് തമിഴ്നാട്, തൂത്തുക്കുടി ജില്ലയിൽ. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് ജനങ്ങളെ താമസിക്കുന്നു എന്ന് പറഞ്ഞ് വഴിയോ അല്ലെങ്കിൽ സർവീസോ വെള്ളമോ ഒന്നും കിട്ടാതിരിക്കില്ല എന്നൊന്നും പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ എന്തായാലും ഭാവിയിലേക്ക് ഇതൊക്കെ നല്ല നിലയിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് നടക്കാം. അങ്ങനെ എന്തായാലും ഡ്രോൺ പറത്തുന്ന സമയം കൊണ്ട് സൂര്യൻ അസ്തമിച്ചു, ലൈറ്റ് അത്യാവശ്യം പോയി കേട്ടോ. അണ്ണൻ്റെ ബന്ധുക്കളുടെ വീടാണിത്. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ വന്നതും. ആട് ക്യാമറയിലേക്ക് നോക്കി നിൽപ്പുണ്ട്. ആട് ഫ്രെയിമിൽ നല്ലതാണ്. ആടുകളെല്ലാം ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി മേഞ്ഞിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്തായാലും തീറ്റ കഴിച്ചിട്ട് തിരിച്ചു വന്നാണ് ആട് ആട്ടിൻകൂട്ടിലേക്ക് പോയി. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഗ്രാമം അണ്ണനില്ല എങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു. അത്രയും ഉള്ളിലായിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അണ്ണൻ്റെ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ടും കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന് മുൻവശത്തായിട്ട് ഒരു വീടുണ്ട്. അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ 4 കുട്ടികളുണ്ടോ എന്ന് പറഞ്ഞിരുന്നു. അതിൽ 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. മോളുടെ പേരെന്താണ്? പേര് രഞ്ജന. നിരഞ്ജന ദേവി എന്നാണ് കുട്ടിയുടെ പേര്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടിയെ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. ശ്രീറാം. 6ാം ക്ലാസ്സിൽ അല്ല 6ല്ല. നിങ്ങൾ 9th. ഓക്കെ. എங்கே ഇപ്പോൾ പഠിക്കാൻ പോகிறது? എவ்வளோ ദൂരം ഇருக்கு ഇങ്ങനെ? 8 കിലോമീറ്റർ இருக்கு. ഓ 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അങ്ങ് ഇറങ്ങി അങ്ങിരുന്ന് ഒരു ഗ്രാമത്തിൽ ഓടി നടന്നു വരണം. ഓ അപ്പടിയാ. അപ്പുറം അവരുടെ അമ്മയുടെ അമ്മ അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിടണം. ഓ അങ്ങനെ ഒരാളുടെ കൂടെയാണ് വരുന്നത് വൈകിട്ട് സമയത്ത് അല്ലേ? വൈകിട്ട് സമയത്ത്. ഓക്കെ. അക്ക പേര് ഈശ്വരി, അമ്മ പേര് സരസ്വതി. ഓക്കെ. ഈശ്വരി അക്കയും സരസ്വതി അമ്മയാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ മണിയണ്ണനുണ്ട്. അപ്പോൾ ഗ്രാമത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരും ഊര് വിട്ട് ഊര് പോയല്ലേ? വേറെ ഊര് പോയച്ച്. கிராமத்துல இருக்குது 4 குட்டிகளும் 4 குட்டிகளும் 5 பெரியவங்க மட்டும்தான் இருக்காங்க. 6 பெரியவங்க அவ்வளவுதான். இந்த ஊர்ல யாரும் இல்லை. ശരി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ കൊട്ടം എന്ന ഈ ഒരു ചെറു ഗ്രാമത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ലൈറ്റ് അത്യാവശ്യം പോയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളും തിരിച്ചു പോവുകയാണ്. ആക്ച്വലി കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറേ കൂടെ നമുക്ക് വിഷ്വൽസൊക്കെ ചിത്രീകരിക്കാനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് പങ്കുവയ്ക്കാനും സാധിക്കുന്നതായിരുന്നു. പക്ഷേ സമയക്കുറവുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കുക. എന്തായാലും മറ്റൊരു അവസരത്തിൽ വരികയും ഇതിനോട് ചുറ്റപ്പെട്ട കുറച്ച് ഗ്രാമങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ പോയി കാണാം. ആ സമയത്ത് ഇവിടെ വന്ന് ബാക്കി വിശേഷങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുക ചെയ്യാം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ വെച്ച് ഇവിടെ പറയാം. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ ആടും വന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. ഓക്കെ, വണക്കം, നന്ദി. പോകുന്നതിന് മുന്നേ നമ്മുടെ അക്കയും അമ്മയും പറഞ്ഞു നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഞങ്ങളുടെ വീടൊന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഇവരുടെ വീടിനകത്തേക്കൊന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. ഈ വീട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പുതിയതായിട്ടൊക്കെ തോന്നുമെങ്കിലും ആക്ച്വലി 1972 കേട്ടോ ഈ ഒരു വീട് പണിത്. അത്രയും വർഷം പഴക്കമുള്ള വീടാണ്. ഇനി നമുക്ക് വീടിനുള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. ചെരുപ്പൊന്ന് ഒരുക്കട്ടെ. അങ്ങനെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴേ കാണുന്നത് ഒരു വരാന്തയാണ്. ഇവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട്.
ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയും എന്തോ ചെമ്പിൻ്റെ എന്തോ ഒരു പാത്രമൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ഹാള് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പഴയ TV പിക്ചർ ട്യൂബൊക്കെ വെച്ചുള്ള TV കാണാം. അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഈ പറയുന്ന പോലെ പച്ചക്കറികളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വരുമ്പോഴത്തേനും അടുത്തൊരു മുറിയിലേക്ക് വരും. ഇവിടെ ഒരു ഭാഗത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്, അരി സാധനങ്ങളൊക്കെ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനാണ് അടുക്കള. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് അവരുടെ അടുക്കള സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് അടുക്കള. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റോവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. അതിൽ തുറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിയും. ഇവിടെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് അക്ക പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക് നടന്നു പോകുന്നത്. ചേടാ അതുകൊള്ളല്ലോ, ഇത് ഞാൻ കണ്ടില്ല. ഇവിടെ ഇപ്പോൾ പാത്രം വെച്ചിരിക്കുകയാണ്. മുകളിൽ എന്താ അവിടെ വെച്ചിരിക്കുന്നത്? മേളിൽ എന്തേർക്ക്? മേലെ എന്തേർക്ക്? ഒന്നുമില്ല, മേളിലൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കലത്തിലൊക്കെ അവരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കലത്തിലും കുടത്തിലൊക്കെ. മുകളിലേക്ക് അന്ധകാലത്തിൽ നോക്കി 1972 72 പണിത വീട്ടിൽ 2 നില വീടാണ് അന്ന് പണിത് കേട്ടോ. ഇതിനകത്തൊരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ജനലായിരിക്കും എന്ന്. ഇത് കബോർഡാണ് കണ്ടോ. ജനൽ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആക്ച്വലി കബോർഡാണ്. കണ്ടോ, ഇവിടെ തുണികളും കുട്ടികളുടെ ഡ്രസ്സും അതോടൊപ്പം തന്നെ ബുക്സൊക്കെയാണ്. കബോർഡാണെന്നുള്ള ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും. പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ദാ ഒരു ചായയും കൂടി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ചായ കൂടെ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു. ഇപ്പോൾ നിലവിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. നമ്മൾ ആ ഗ്രാമത്തിൽ പോയപ്പം അവിടെ നിന്നൊരു ചായ കുടിച്ചാണ്. ഇതാ രണ്ടാമത്തെ ചായ. ഇവിടെ ചായക്കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വീട്ടിൽ നിന്നാണ് നമുക്ക് ചായ കിട്ടിയിരിക്കുന്നത്. എന്തായാലും അണ്ണന് ബന്ധുക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ അറിയാൻ മേലാത്തൊരു ഗ്രാമത്തിൽ വരുമ്പോഴത്തേനും ഒരാളെങ്കിലും ചായ ഇട്ട് തരാനുണ്ടല്ലോ. പിന്നെ ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്ത വീഡിയോ ഒന്നും കൂടെ ചായയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.